നമസ്കാരം. 2-3 ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. 12, 13, 14 തീയതികളിൽ തിരുവാഭരണ ഘോഷയാത്രയോടായിരുന്നു. ഇന്നലെ രാത്രി വന്നു. ഒരു വീഡിയോ ഇടാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ സ്ഥിരം വിഷയമായ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലാത്സംഗമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റാണ് എനിക്ക് വളരെ രസവും ഹാസ്യവും പരിഹാസവും പുച്ഛവും ഒക്കെ തോന്നിയത്. ആരോടാണെന്നറിയാമോ? കേരള പോലീസിനോട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിൻ്റെ ഒരു വലിയ സന്നാഹം. ഒരു IPS ഓഫീസർ, ഒരു വനിതാ IPS ഓഫീസർ പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് പിടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്. ഭീകരമായി പോയി. രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു കൊടും ക്രിമിനലിനെ വലിയൊരു പോലീസ് സന്നാഹം ചേർന്ന് വളരെ തന്ത്രപൂർവ്വം ഹോട്ടൽ മുറിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ആ പോലീസ് സേനയുടെ ആ ഒരു അഭിമാനവും അഹങ്കാരവും ഒക്കെ ആ വീഡിയോയിൽ കാണാം. വീഡിയോ റെക്കോർഡ് ചെയ്ത ആളിയന്മാർ പോയത് വനിതാ പോലീസ് ഉൾപ്പെടെയാണ് പോയത്. ആ പോകുന്ന പോലീസുകാരുടെയൊക്കെ മുഖത്തെ ആ ഒരു 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 ആത്മവിശ്വാസവും ഒരു രസവും ഒക്കെ ഞാൻ കണ്ടു. എന്തോ കാര്യത്തിലാണ് പോയി. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തേരാ പാര വഴിയെ നടക്കുന്നവനാണ്. അവനെ ഈ അർദ്ധരാത്രി പോയി അറസ്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? ഏത് കഴിയുമ്പോൾ ഇങ്ങ് വന്നാട്ടളിയ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അയാൾ വരും. ഈ രാത്രി 12 മണിക്ക് പമ്മി പോയി പിടിച്ചു വല്ല കാര്യമുണ്ട്? ഇരയുടെ മൊഴി ഓൺലൈനിലെടുത്തു. എന്തോ ഒരു അത്യാവശ്യമാണെന്ന് നോക്കിക്കോണേ. ഇര ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. 2024 ഏപ്രിൽ നടന്ന സംഭവമാണ്. എല്ലാം വളരെ രഹസ്യമായിരുന്നു. കോടതി രേഖകൾ വരെ രഹസ്യമായി സൂക്ഷിക്കാൻ കോടതിയെ വരെ പോലീസ് സംഘം സമീപിച്ചു എന്നാണ് അറിയുന്നത്. കാരണം ഈ FIR പറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞാൽ അയാൾ നേരെ കോടതിയിൽ പോകും. പഴയ കേസിന് ജാമ്യം കിട്ടാനോട്ട് ഇതിനും കിട്ടും. കാരണം ഈ കേസുകളെല്ലാം ഒരുമാതിരി ബലാത്സംഗമില്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാമലീലകളുടെ ഒരു രസകരമായ സ്റ്റോറിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലൊക്കെ ബലാത്സംഗം ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അതവിടെ നിൽക്കട്ടെ. ഒരു പ്രതി കോടതിയിൽ പോകുന്നതിന് മുമ്പായിട്ട്, അല്ലെ പ്രതിക്ക് സാവകാശം കൊടുക്കുന്നതിന് മുമ്പായി പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേണ്ടുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുറ്റകൃത്യം ചെയ്ത ഉടനെ അയാളെ അറസ്റ്റ് ചെയ്താൽ അയാൾ കുറേയേറെ തെളിവുകൾ കാണും. ആ തെളിവുകൾ ശേഖരിക്കാൻ, തൊണ്ടി മുതലുകൾ പെട്ടെന്ന് കണ്ടെടുക്കാൻ, ഇതിനെല്ലാമാണ് പോലീസ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ക്രൈം നടന്ന് ഇമ്മീഡിയറ്റായിട്ട് അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരു കൊലപാതകം നടന്ന ഉടനെ അറസ്റ്റ് ചെയ്യുന്നത്, ഒരു മോഷണം നടന്ന ഉടനെ അറസ്റ്റ് ചെയ്യുന്നത്, ഒരു കത്തിക്കുത്ത് നടന്ന ഉടനെ അറസ്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു കൃത്യം നടന്ന ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാം. ഇതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നമുക്കൊന്ന് നോക്കാം. കൃത്യം നടന്നത് 2024 ഏപ്രിലാണ്. അറസ്റ്റ് ചെയ്യുന്നത് 2026. ഏകദേശം 1.25 വർഷമായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്നും എന്ത് മണ്ണാങ്കട്ടയായി മാർക്ക് കിട്ടുന്നത്? തൊണ്ടി സാധനങ്ങളോ? ഒരു തൊണ്ടിയുണ്ട്, ബലാത്സംഗത്തിന് ഉപയോഗിച്ച ഒരു തൊണ്ടിയുണ്ട്. പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിന് മുറിച്ച് മാറ്റാൻ പറ്റത്തില്ല. മുറിച്ച് മാറ്റിയാൽ തന്നെ ഈ ക്രൈമിന് മുമ്പായിട്ട് മുറിച്ച് മാറ്റിയതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കണം. അത് പറ്റത്തില്ല. പിന്നെന്താ ഉള്ളത്? പിന്നെ സാക്ഷികളെ സ്വാധീനിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്രതി ചെയ്യരുതെന്ന 2024 നടന്ന സംഗതിയാണ്. തന്നെയല്ല, ബലാത്സംഗ കേസിനാണ് എന്തോ സാക്ഷിയൊന്നുമില്ല. പത്രം വായിച്ചും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് FIS-ൽ പറഞ്ഞിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയെ കൊണ്ടുവന്നു ആദ്യ സംഗമത്തിൽ തന്നെ മുഖത്ത് തുപ്പി ചെകിട്ടത്ത് അടിച്ചു, ഒത്തിരി ഉപദ്രവിച്ചു. ആ സെക്ഷൻ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു വലിയ ബുദ്ധിയാണ്, ഒരു കുബുദ്ധിയാണ്. അത് മന്ദബുദ്ധിത്തരമെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ 31 വർഷമായിട്ട് ക്രിമിനൽ കേസ് നടന്ന വക്കീലാണ്. ഇരയുടെ മൊഴിയാണ് ബലാത്സംഗം. ഇതിൽ അതിഭാവുകത്വമായിപ്പോയി. ഒരു ക്രൈം സ്റ്റോറി, ഒരു കുറ്റകൃത്യത്തിനെ പറ്റിയുള്ള ഒരു സ്റ്റോറി മെനയുമ്പോൾ അതിനകത്ത് സ്വാഭാവികത വേണം, യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കണം. വലിയ അതിശയോക്തി കാണിച്ച്, വലിയ അതിഭാവുകത്വം കാണിച്ച് നടക്കാത്ത രീതിയിലുള്ളൊരു കഥ മെനഞ്ഞെടുത്താൽ
ഒഫൻസ് നിൽക്കുമായിരിക്കും. ഇത് കോടതിയിലോട്ട് ചെല്ലുമ്പം കോടതി ചോദിക്കും ഇത് എന്തോ കഥയാണെന്ന് ചോദിക്കും. ഒരാളെ ലോഹ്യം പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സ്ത്രീയുമായിട്ട് ആദ്യ സംഗമത്തിന് അവിടെ മുഖത്ത് വെക്കുക, ചെവിക്കെട്ട് അടിയെടുക്കുക, എന്നിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുക. എന്നിട്ട് പിന്നെ അവർ കോംപ്രമൈസ്, അവർ നല്ല സ്നേഹത്തിൽ ഗർഭിണിയാകുക, പോവുക. എന്തോ കഥയാണെന്നു. അതെന്ത് കേരള പോലീസ് ഏറ്റവും നല്ല പോലീസാണെന്ന് ഞാൻ പറയും. ഈ കഥ മെനയുമ്പോൾ വലിയ IPS കൊണ്ടൊന്നും മെനയിപ്പിക്കരുത്. സാധാ ഹെഡ് കോൺസ്റ്റബിൾമാരുണ്ട്, PC മൂത്ത് HC ആയി ഒക്കെ ASC ആയി SI ഒക്കെ ആയിരുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഏറ്റവും ബെസ്റ്റ് കഥ മെനയാൻ. വലിയ കൊലക്കേസുകൾ വരെ ഫ്രെയിം ചെയ്യുന്ന അവരാണ്. സ്വാഭാവികമായിട്ട് ഒരു നോവൽ എഴുതുന്ന രീതിയിൽ വേണം ഒരു 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 കേസിൻ്റെ കഥ മെനയാൻ. അത് നിയമപരമായി സാധുതയുള്ളതുമായിരിക്കണം, വിശ്വസനീയമായിരിക്കണം, നിയമസാധുതയുള്ളതുമായിരിക്കണം, ബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കണം, യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കൊണ്ടുപോയാൽ ആദ്യത്തെ നിമിഷം തന്നെ മുഖത്ത് കുപ്പുകയും ചെവിടത്ത് അടിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കോടതിയും വിശ്വസിക്കത്തില്ല. IPS ബുദ്ധിയാണെങ്കിൽ അത് മന്ദബുദ്ധിയായിപ്പോയി. ഈ IPS കിട്ടുന്നത് അവർ കുറേ കാണാതെ പഠിച്ചും കുറേ വായിച്ചും ഒക്കെ ഉള്ള, അതുകൊണ്ട് IPS കിട്ടും. പക്ഷേ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ അത് അനുഭവ പരിചയത്തിൽ കൂടി വരേണ്ടതാണ്. ആ അനുഭവ പരിചയം ഈ പൂങ്കുഴലിക്ക് കാണാൻ സാധ്യത കുറവാണ്. കാരണം അവർ വളരെ ജൂനിയർ IPS ഓഫീസറാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അന്വേഷിക്കുന്നതിന് അല്ലെ അറസ്റ്റ് ചെയ്യാൻ പോകാനും ഒന്നും IPSകാരുടെ കാര്യമൊന്നുമില്ല. സാധാരണ ഒരു SIയെ വിട്ടാൽ മതി, അല്ല ഒരു ഇൻസ്പെക്ടറെ വിട്ടാൽ മതി. നമ്മൾ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടറെ വിട്ടാൽ മതി. ഈ ഓടിച്ചിട്ട് പിടിക്കേണ്ട കാര്യവുമില്ല. ഈ അടുത്ത ഇടയ്ക്ക് കുറേ അറസ്റ്റ് നടന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റ് നടന്നു. അതൊക്കെ വളരെ ഉഗ്രൻ അറസ്റ്റായിരുന്നു. അത് കോടതി നിരീക്ഷിച്ച അറസ്റ്റാണ്. അത് ജനങ്ങൾക്കെല്ലാം അതിനെപ്പറ്റി അഭിപ്രായമുണ്ട്. ഇത് സർക്കാർ നിരീക്ഷിച്ച അറസ്റ്റാണ്. ഈ നിയമപരിപാലനത്തിനകത്ത് ശത്രുതയും മുൻവൈരാഗ്യമൊന്നും പാടില്ല. നീ മറ്റേ 2 കേസിനകത്ത് രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഇനി അടുത്തൊരു കേസിനെ കുറിച്ച് നിന്നെ അകത്താക്കും. എന്തോ കാര്യത്തിന് ഈ അകത്താക്കിയിടുന്നത്? അയാൾ 8 or 10 ദിവസം പരമാവധി കിടക്കും. ഇറങ്ങി വന്നാൽ എന്താ? ഒരു പ്രശ്നവുമില്ല. പത്രത്തിനകത്ത് എന്ത് കണ്ടു? അയാളെ അയോഗ്യനാക്കാനൊന്നും പറ്റത്തില്ല. അത് ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല. ശിക്ഷ ലഭിക്കണം, 2 വർഷത്തിനുള്ളിൽ ശിക്ഷ ലഭിക്കണം. എന്തായാലും ശിക്ഷ ലഭിക്കണം. ഒരു കേസിൽ കുറ്റാരോപിതനാണെന്ന് കരുതി ആ നിലയിൽ ഒരു MLAയുടെ സ്ഥാനം പോകാൻ പറ്റില്ല. അതാണ് നിയമം. അതിന് ബുദ്ധിയും വിവരവും നമ്മുടെ നിയമസഭാ അംഗങ്ങൾക്ക് ആർക്കുമില്ല. അത് LDFനും ഇല്ല, UDFനും ഇല്ല. കുറേ മണ്ടന്മാരുടെ കൂട്ടം, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നുള്ള ഒരു മികവിൽ കയറിയിരിക്കുന്നവരുടെ കൂട്ടം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വളരെ രസകരമായി തോന്നാൻ മറ്റൊരു കാരണം കൂടുണ്ട്. ഒരു വനിതാ പോലീസുകാരിയെ ഉൾപ്പെടെയാണ് പോയത്. ഈ രാത്രി പോകാനും അങ്ങനെ ഒരു കാരണമുണ്ട്. രാഹുൽ അല്ലയോ, ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ കാണും. അതും ഒരു ദുർബുദ്ധിയാണ്. അതും കൂടെ വീഡിയോ പകർത്താമല്ലോ, വിത്ത് എവിഡൻസ് ജനങ്ങളെ അറിയിക്കാൻ. അത് LDF ബുദ്ധിയാണ്. പക്ഷേ രാഹുൽ അതിനേക്കാൾ വലിയ മിടുക്കനല്ല. രാഹുൽ ഇനി അടുത്ത കാലത്തൊന്നും അവൻ വിജൃംഭിതനാവില്ല. അവൻ്റെ ഫുൾ കപ്പാസിറ്റി പോയി, പിക്കപ്പ് പോയി. ഇപ്പം ഏത് പെണ്ണിനെ അവൻ വിശ്വസിക്കുന്നത്? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അവനിനി അടുത്ത കാലത്തൊന്നും ഒരു പെണ്ണിനോടും മിണ്ടുമെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ആരെ വിശ്വസിക്കാൻ പറ്റും? തേരാപ്പാര കണ്ടവരും പോയവരും എല്ലാം ആ കേസ് കൊടുക്കുക. പിന്നെ രാഹുലിനെ പറ്റിയ പിഴവ് ഞാൻ പറയാം. രാഹുൽ മാന്യമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. എല്ലായിടത്തും കയറി കൈ കൊടുത്തു, എല്ലാവരെയും പ്രണയിച്ചു. അറിഞ്ഞവർക്ക് ഇവനോട് ശത്രുതയായി. എടാ, എന്നെ വെച്ചുകൊണ്ട് നീ മറ്റൊരാളെ ഇത് ചെയ്തല്ലോ. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അവനൊരു വലിയ വിശ്വകാമുകനായി. എല്ലാവരെയും പ്രണയിച്ച, ആർക്കും പ്രണയം വാരിക്കോരി കൊടുത്ത ഒരു കാമദേവനായി, ഒരു വിശ്വകാമുകൻ. അല്ല, ഇതിനകത്ത് ബലാത്സംഗമൊന്നുമില്ല, പ്രണയ ചതിയുണ്ട്. നിയമപരമായ യാതൊരു തെറ്റും ഇല്ല. ആർക്കും പ്രായപൂർത്തിയായ ആരുമായിട്ടും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാം. അതിന് നിയമം തടസ്സം ചെയ്യുന്നില്ല. പക്ഷെ ബലാത്സംഗം എന്ന സാധനം വേറെയാണ്. ബലാത്സംഗം ഇതിനകത്തൊന്നും ഉൾപ്പെടില്ല. ഈ LDF സർക്കാർ വന്ന ശേഷം ഒത്തിരി അറസ്റ്റ് നടന്നു. PC ജോർജിനെ അറസ്റ്റ് ചെയ്തു,
ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ചാറുപറ അറസ്റ്റ്. അഭിപ്രായം പറയുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യും. ചിലപ്പോൾ എനിക്കും ആ അറസ്റ്റ് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. വരുവാന്നേ സഹിക്കാനേ പറ്റൂ. അറസ്റ്റ് ചെയ്ത് വായ അടപ്പിക്കാൻ നടക്കുമോ? അറസ്റ്റ് ചെയ്താൽ വായ അടയത്തില്ല. ഇപ്പം എന്നെ നാളെ ഒരു കള്ളക്കേസിൽ കുടിക്കിയാൽ അത് ഇവർക്ക് ദോഷമായിട്ടേ വരും. ഞാൻ വലിയ ആളുമാകും. ഷാജൻ സ്കറിയ ഓടിച്ചിട്ട് രാത്രി പിടിച്ചു. അണ്ടർവെയർ പോലും ഇല്ലാതെ ഒറ്റ കൈലിയലാണ് കൊണ്ടുപോയത്. PC ജോർജിനെ പിടിച്ചു. വല്ല ഗുണമുണ്ടോ? ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ടാൽ വല്ല ഗുണമുണ്ടാകും? ഗുണമില്ലെന്ന് മാത്രമല്ല, ദോഷം ഉണ്ടാവുകയും ചെയ്യും. നന്ദി, നമസ്കാരം.